എല്ലാവർക്കും ഗാഡ്ജറ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഗാഡ്ജറ്റുകളാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി നമ്മൾ ഗാഡ്ജറ്റുകളൊക്കെ റിവ്യൂ ചെയ്തിട്ട്, അതായത് നല്ല കിടിലൻ ഗാഡ്ജറ്റുകൾ റിവ്യൂ ചെയ്തിട്ട്. ഇപ്പോൾ നമ്മുടെ എഡിറ്റർ അതുൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് ഒരു പിടിയുമില്ല, ബട്ട് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം നമുക്ക് ഏറ്റവും വലിയ പ്രോഡക്റ്റ് തന്നെ പൊട്ടിക്കാം. ഇത് ആക്ച്വലി ഒരു മിനി കൂളറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നിങ്ങൾക്ക് ബെഡ്റൂമിലും ഓഫീസിലും ബാത്റൂമിലും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ വയ്ക്കാൻ പറ്റിയ മിനി കൂളറാണ് ഇത്. നമുക്ക് അവസാനം പൊട്ടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം, കാരണം വലിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട്. അടുത്തത് ഫോൾഡിംഗ് ഫാൻ, മൾട്ടി ഫങ്ഷണൽ ഫാൻ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറേ ഫാൻ പരിപാടികളാണുള്ളത് കേട്ടോ, എല്ലാം ഫാന്. അതിൽ വാട്ട്സ് ഗോയിങ് ഓൺ. ഇതാണ് ഫോൾഡിംഗ് ഫാൻ, മൾട്ടി ഫങ്ഷണൽ ഫാൻ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അൺബോക്സ് ചെയ്തപ്പോൾ അതിനകത്തൊരു ടാഗ് കിട്ടി, പിന്നെ USB A to C ഒരു കേബിള്, പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ. ഓ, അതായത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വലിച്ചു തുറന്ന് ഒരു ഫാനാക്കി മാറ്റാൻ പറ്റും. സാധനം എനിക്ക് പിടി കിട്ടി, പക്ഷേ ഇതെങ്ങനെയാണ് മൾട്ടി ഫങ്ഷനിലാവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്തൊന്നും എഴുതിയിട്ട് പടം കൊടുത്തിട്ടൊന്നുമില്ല. നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ച് ഉപയോഗിക്കാം, അത്ര തന്നെ. നമ്മൾ ആദ്യത്തെ ഗാഡ്ജറ്റ് ഇത് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾക്ക് ഒരു ഫണ്ടിന് വേണമെങ്കിൽ മേടിച്ച് വെക്കാം. ഒരു ഫാനാണ്, അതായത് അതിൻ്റെ ലീഫൊന്നും കാണാൻ പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി വെച്ചിരിക്കും. അതിനെ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡിസൈൻ ചെയ്തവൻ്റെ എനിക്കറിഞ്ഞുകൂടാ, അവൻ്റെ തലച്ചോറ് ഏത് രാജ്യത്തെന്നുള്ളതാണെന്ന് എനിക്കറിഞ്ഞൂടേ. അത് എല്ലാവരും വിളിച്ചു. അടുത്തതായിട്ട് വയർലെസ് റീചാർജബിൾ മൗസ്, Type-C ചാർജിങ് പോർട്ട്, 10 മീറ്റർ വയർലെസ് ട്രാൻസ്മിഷൻ, ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ലൈഫ്. ഇതാണ് സാധനത്തിൻ്റെ പേര്. അല്ലാതെ ഇതിന് ബ്രാൻഡ് നെയിം ഒന്നുമില്ല. പിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിങ്ക് കളറായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, വീണ്ടും USB Type A to Type-C കേബിള്. പൊളി, നൈസ്. എന്ത് കിടിലൻ ഡിസൈനാണോ നോക്കിയേ. അയ്യോ, ലൈക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മൗസ്, പക്ഷേ അവർ അതിൻ്റെ അകത്ത് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതും അത് സെറ്റ് ചെയ്തിട്ടുള്ളതും വാവ്. ഇത് ഓണാക്കപ്പോൾ ലൈറ്റ് വല്ലതും കത്തുമായിരിക്കും കേട്ടോ. പുള്ളി സാധനം എനിക്കിഷ്ടപ്പെട്ട്. പിങ്ക് എന്നാണ് എൻ്റെ പേര്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ടെക് ഫയൽ എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല കേട്ടോ ടെക് ഫയൽ എന്ന്. ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായിരിക്കണം. 3 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. Bluetooth 1, Bluetooth 2, അതുപോലെ തന്നെ 2.4 GHz. ഒരു Type-C പോർട്ടാണ് ഫ്രണ്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഈ സാധനത്തിന്. എന്നിട്ട് ഈ ഒരു റിസീവർ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊളിച്ച് കേട്ടോ, നൈസ് അല്ലേ, അടിപൊളി. ആൻഡ് ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കണ്ടോ. ആൻഡ് അതൊരു മാഗ്നറ്റുമാണ്. നമുക്ക് ഈ സാധനത്തിന് അത് എവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. നൈസ്. അടുത്ത് വീണ്ടും നമ്മുടെ അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഫാൻ. ഇത് ക്ലിപ്പ് ഫാൻ എന്നാണ് അതിൻ്റെ പ്രത്യേകത. അതായത് മറ്റേ ഫാനിനേക്കാളും എന്തോ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഫാനിന് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ബാറ്ററി ഒക്കെ ഉണ്ട്. ഓ, ഇത് കൊള്ളാമല്ലോ. ഇതെന്തോന്ന്, അയൽ തൂക്കമുള്ളതാ, മൊട്ടം ബാറ്ററി. ഇതെന്തോന്ന് ബാറ്ററി ഇത്. ഓക്കെ, ഒരു ഫാൻ, ഒരു ക്ലിപ്പ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല നല്ല കാറ്റുണ്ട്. പിന്നെ ഒരു ക്ലിപ്പുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൈക്ക് ടേബിളിലൊക്കെ, വെറുതെ അല്ല, ഇതാണ് പരിപാടി. അപ്പം ടേബിളിലോ കമ്പിയിലോ കൊമ്പിലോ മരക്കൊമ്പിലോ ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഫാൻ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എനിക്കതൊന്ന് റിവ്യൂ ചെയ്യണ്ട, എൻ്റെ ബ്രെയിൻ അടിച്ചു പോകും. അടുത്ത നമ്മുടെ സാധനം നെക്ക് കൂളിംഗ് റിങ്. ഇതെന്തോ ചെയ്യണം, മെൽറ്റിംഗ് ഐസോ. ഈ സാധനം 15 മിനിറ്റ് നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇതൊരുമാതിരി എന്തോ ഒരു വെള്ളം ഇതിനകത്ത് നിറച്ചിട്ടുള്ളത് പോലെ ഉണ്ട്. ആ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊണ്ടുവന്ന് നമ്മുടെ കഴുത്തിലിടണം എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം 15 മിനിറ്റ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അത് കൂളാവാനായിട്ട് 15 മിനിറ്റ് എടുക്കുന്ന സമയം കൊണ്ട് അടുത്തൊരു സാധനം. ഇതെന്താണെന്നറിയാമോ, ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കണമായിരിക്കണം. ഈ മേളിലത്തെ ഈ ഓട്ട വഴി വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് ഇതിനെ ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് ഈ മേളിലത്തെ ഭാഗം ഊരപ്പം ഇതിൻ്റെ അകത്ത് ഐസ് ഇരിക്കും. ആ ഐസ് വെച്ച് നമുക്ക് മുഖത്തൊക്കെ ഇങ്ങനെ തേക്കാം. അയ്യോ, നിങ്ങൾ ഈ ഗാഡ്ജറ്റ് സീരീസിൽ കാണിക്കുന്ന ഒന്നും വാങ്ങാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. നിങ്ങളൊരു ഫണ്ടിന് വേണ്ടി കണ്ടങ്ങ് വിട്ടോ. നമ്മുടെ കിടിലം പുള്ളി എന്തോന്നാണ്
ഫ്രീസർ അല്ലല്ലോ, കൂളർ, മിനി കൂളർ. നമുക്ക് നോക്കാം. ഈ അതുലിത് എവിടെ നിന്ന് കണ്ടുപിടിക്കണത് ഇതെല്ലാം. ഇത് കാണപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ കൂളറ്. അപ്പോൾ ഈ കൂളറിൻ്റെ ഇവിടേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണമെന്നാണ് ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മളിത് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധനം വർക്കിംഗ് ആണ് കേട്ടോ. തണുത്ത കാറ്റ് വരും. ഓ നൈസ്. 3 ഫാൻ സ്പീഡ് നമുക്ക് പറ്റും. കുറച്ച് ഫാൻ സ്പീഡ്, അപ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഒന്നുകൂടി, പിന്നെ ഏറ്റവും ടോപ്പ്. എന്നാലും ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആംഗിളിലോട്ട് വെക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഇത് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് മുഖം വല്ലതും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കിടന്നുറങ്ങണം. ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിനി കൂളറാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി കൂളർ. ഇത് എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി നിങ്ങളുടെ പട്ടിക്കൂട്ടിലൊക്കെ വെക്കാനായിട്ട് ചിലപ്പം ഭയങ്കര നല്ലതായിരിക്കും. ഇത് മനുഷ്യർക്കാണ് കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിലും പട്ടികൾക്ക് അവർക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണല്ലോ. പൂച്ച, പട്ടി, കിളി, മാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രീസറിൽ കൊണ്ടുവച്ച സാധനം എടുക്കാം. നമ്മുടെ സാധനം 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. ഇപ്പോൾ ചെറുതായിട്ട് എന്തൊരു തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യാം. തണുക്കും. എടാ മോനെ, ഇത് കൊള്ളാം കേട്ടോ. അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഇതിരിക്കുന്നതിൻ്റെ ചുറ്റും ഇങ്ങനെ തണുപ്പ് വരും. തണുപ്പ് വരുമ്പോൾ നമുക്ക് ഫേസ് മൊത്തത്തിൽ തണുക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഓ പൊളി. ഓ നൈസ്. അതാ ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ കരിയറിൽ ഇത്രയും ബോറിംഗ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് സീരീസ് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഗാഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാണിച്ച ഇത്രയും ഗാഡ്ജറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോ. ലൈക്ക് ലിറ്ററലി ഞാൻ ഉറക്കം തൂങ്ങിയാണ് ഈ ഗാഡ്ജറ്റ് സീരീസ് എടുത്തത്. ഐ ഡോണ്ട് നോ. ഇത് ആക്ച്വലി വേറൊരു കാര്യമുണ്ട്. ഇത് സമ്മർ ഗാഡ്ജറ്റായിട്ട് നമ്മുടെ ചെറുക്കൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണ്. സമ്മറും കഴിഞ്ഞ് അടുത്ത ഡിസംബർ ആവാറായി. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.